നിസാർക്കയുടെ പ്രണയം കൈമാറുന്നത് എങ്ങനെയായിരുന്നു? ഇത് കവിതയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. നിസാർക്ക് എങ്ങനെയായിരുന്നു പ്രണയം കൈമാറിയത്? പല പല രീതികളും മാറി മാറി പ്രയോഗിച്ചിട്ടുണ്ട്. അവസാനം പ്രേമിച്ചോളെ കെട്ടി ഓള് ഇങ്ങനെ കുറെ കാലം 10-20 കൊല്ലായി. പിന്നീട് പ്രേമിക്കാൻ ഓള് സമ്മതിച്ചിട്ടല്ലേ? അല്ല, പ്രേമുണ്ട് ഇപ്പോഴും. നല്ലതല്ലേ, അതൊന്നും പ്രശ്നമില്ല. പ്രണയിക്കണേ നല്ലതാ. നമുക്ക് ഇപ്പോഴും കുരുത്തക്കട കളിക്കാൻ മതി, ശ്രദ്ധിച്ചാ മതി. അല്ലെങ്കിൽ ശ്രദ്ധ വേണം. ഒരു ശ്രദ്ധ എപ്പോഴും വേണം. ഓള് പാവാ, വീട്ടിലുണ്ട് 3 കുട്ടികളുണ്ട്. ഞാൻ ഒരുപെട്ടവന് അഭിനയിക്കാൻ പോയിന്. ബംഗാളികളെ ഭയങ്കര ക്ഷമാണ് ഇയാൾക്ക്, ഒട്ടക്കത്തെ ക്ഷമ. ദേശം പിടിച്ചെന്ന് തോന്നിയാ പോലും പറയില്ല. നമ്മൾ ഇപ്പം പൊട്ടുന്നു പറയില്ല, എങ്ങനെ കടിച്ചിക്കണെന്ന് അറിയില്ല. ഭയങ്കര ക്ഷമ ഹരിയേട്ടൻ. നമുക്കത് തീർത്തെടുക്കണ്ടേ? അപ്പൊ ഒരു രക്ഷയില്ലല്ലോ. ഹരിയേട്ടന് ഇവിടെ ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ ഗഫൂർഖാ ദോസ്തിന്റെ മോന് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ചെയ്ത്, അത് ഞാൻ പടം തൂക്കൂ. ട്രെയിലർ തൂക്കിയിട്ടുണ്ട്. ട്രെയിലറിലെ പടം ഞാൻ തൂക്കൂ, വേറെ വർത്താനില്ല. എന്നിട്ട് എന്നോട് ആ പടം കഴിഞ്ഞിട്ട് ശങ്കരേട്ടൻ പോണം, ശങ്കരേട്ടൻ എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു, എനിക്ക് പല സമയത്തും അഭിനയിക്കാൻ തോന്നില്ല, ഒറിജിനലി ഫീൽ ചെയ്തിരിക്കണം ഇപ്പം എൻ്റെ ഒക്കെ മാതിരി തന്നെ. അതൊക്കെ ശരിക്ക് വലിയൊരു സ്റ്റേന്. അല്ല, ശരിക്കും നിസാർ അഭിനയിക്കുന്ന യാതൊരു എങ്ങനെ നാച്ചുറൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു അതുപോലെ ഞാൻ തന്നെ പറ്റി പറയാൻ പാടില്ല. പക്ഷെ നല്ല ആർട്ടിസ്റ്റാണ്. നമ്മൾ പറയാൻ പാടില്ല, അങ്ങനെ സ്വയം പറയാൻ പാടില്ല. നല്ല ആർട്ടിസ്റ്റാണ് ഞാൻ തന്നെ പറയാൻ പാടില്ല. വേറെ ആളല്ലേ പറയണ്ടേ? വേറെ ആളാ പറയണ്ടേ? പിന്നെ ശങ്കരേട്ടൻ്റെ അടുത്തിൽ കോമ്പിനേഷൻ സീന്, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ശങ്കരേട്ടന് എങ്ങനെയാണ് ഈ മറക്കുന്ന പറഞ്ഞാൽ അവിടെ മീൻചന്ത ടാക്കീസിൽ ഇപ്പം പോയി ഇന്നെ കൂട്ടില്ല. എന്റെ ഒപ്പന്റെയും ഉപ്പന്റെയും ഓലേന് ഫാൻസ് ശങ്കരേട്ടന്റെ, ഞാനല്ല. ഇപ്പൊക്കെ നല്ല പ്രായമുള്ള സമയത്ത് ആ പടം വരുന്നേ. എങ്ങനെയാണ് മറക്കുന്ന പടമൊക്കെ ചെയ്യുമ്പോ 42. അന്ന് 15 വയസ്സ്. എങ്ങനെ നീ മറക്കുന്ന പറയുമ്പോ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴല്ലേ കണ്ടേ? പറത്തിലായിരുന്നു. അവിടെ വയസ്സിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തോണ്ടിരിക്കും. തീരുമാനമായോ?